പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അനാമിക വരുന്ന കാണുമ്പോൾ തന്നെ ദേവയാനി മനസ്സിലോർക്കുന്നത് ഇനിയിപ്പോൾ നയനേനെ വിളിച്ചുകൊണ്ടുവന്നത് ഇവർക്ക് ഇഷ്ടാവില്ലല്ലോ എന്നാണ് കേട്ടോ. അനാമിക അകത്തേക്ക് വരുമ്പോൾ തന്നെ ദേവയാനി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് മോള് വന്നു എന്ന് സന്തോഷത്തിലങ്ങ് ചോദിക്കുകയാണ്. അനാമിക പറയുന്നുണ്ടായിരുന്നു അവളുമാർ രണ്ടെണ്ണം ഇവിടുന്ന് പോയല്ലേ, അപ്പോൾ അതുകൊണ്ട് വന്നാണെന്ന് പറയും കേട്ടോ. എന്തായാലും അങ്ങനെ അവളുമാരുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഡിമാൻഡ് ഇടുന്നത്, വല്യമ്മ ചെന്ന് വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നത് അവർക്ക് കുറച്ച് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നയന വന്നത് എന്തായാലും അനാമിക അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവയാനി ആണെങ്കിലും ഒന്നും പറയുന്നില്ല കേട്ടോ. അതൊക്കെ അനാമിക പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശേട്ടനെ അവളില്ലാതെ പറ്റില്ല എന്ന് അങ്ങനെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് വല്യമ്മ ചെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അതുകൊണ്ട് വല്യമ്മ ഒരിക്കലും പോവരുത്, അവളെ വിളിക്കാനായിട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ മോളെന്താ നവിയുടെ 7-ാം മാസത്തെ ചടങ്ങിന് വരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ വരുന്നത്, ഞാൻ വന്നില്ലെങ്കിലും നന്ദു എന്ന് പറയുന്നവള് വന്നല്ലോ, ചിക്കൻ ബോക്സുകാരി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആ നന്ദുമോള് വന്നായിരുന്നു എന്ന് പറയട്ടോ. അപ്പൊ വല്യമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്, നന്ദുമോളോ, വല്യമ്മയ്ക്ക് എപ്പോഴാണ് അവള് നന്ദുമോളായത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അത് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. അവള് വന്നതിൽ എനിക്കും കുറച്ചൊക്കെ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ചേച്ചിയുടെ ചടങ്ങല്ലേ, അവളോട് വരണ്ടെന്ന് പറയാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു വരണ്ടെന്ന് പറയണമെങ്കിൽ അതങ്ങ് പറയണം, അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ദേവയാനി ആണെങ്കിലും അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മോള് കുറച്ചും കൂടെ അനിയനോട് ഇങ്ങനെ സ്നേഹം കാണിക്കുകയും അടുത്ത് ഇടപഴകുകയൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ അവനോട് അടുപ്പം കാണിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോയ ശേഷം എന്നെ ഒരു തവണ പോലും വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. അപ്പൊ ഇതിനൊക്കെ കാരണം നന്ദു ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയുടെ മരുമോൾ തന്നെയാണ് ഇങ്ങനെ അവൾക്ക് എനിക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവളെ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അവൾ വന്നതും ഇങ്ങനെ 7-ാം മാസത്തിൽ പങ്കെടുക്കാനൊന്നല്ല, ആ ചടങ്ങിന് പങ്കെടുക്കാനൊന്നല്ല, എന്റെ ഭർത്താവിനെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നയന വന്ന കാര്യം എന്തായാലും ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെന്തായാലും അനാമിക അറിഞ്ഞിട്ടില്ല. പിന്നീട് നേരെ അനിയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നയന വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അത് ഇഷ്ടാവില്ലല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും അനാമികനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ വന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അനാമിക അനിയനോടും പറയുന്നുണ്ടായിരുന്നു അവളുമാർ രണ്ടെണ്ണം ഇവിടുന്ന് പോയല്ലോ, ഇനിയിപ്പോ എനിക്ക് സമാധാനത്തോടുകൂടി ഇവിടെ കഴിയാലോ, അതുകൊണ്ടാണ് വന്നതെന്ന് പറയും. അപ്പോൾ അനിയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി വന്നത് എന്തായാലും ഇവിടെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയുകയും വേണ്ട എന്ന് അനിയൻ മനസ്സിലോർക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നയന വന്ന കാര്യം അനിയൻ മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് എന്തായാലും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോന്ന് സംസാരിക്കുന്നത് അനാമികയാണെങ്കിലും. അപ്പോൾ നീ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പിണങ്ങി പോയിട്ട് പിന്നെ എന്തിനാ തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നാലും എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറയും. അപ്പൊ നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ എന്തിനാ അവരിങ്ങോട്ട് തള്ളിവിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അനാമികനോട്. ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ ഞാൻ അവിടെ എന്ന് നിൽക്കുന്നതുകൊണ്ട്, അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് പറയട്ടോ. അപ്പൊ അത് അവർക്കൊരു നാണക്കേട് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ നിന്നേക്കാളും ബന്ധുബലുള്ള കൂട്ടത്തിലാണ് ഞാൻ, പക്ഷെ എനിക്ക് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പിണങ്ങിപ്പോയി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെയൊന്നും വഴക്കിട്ട് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു നീ ഒരു വഴക്കിനുള്ള തുടക്കമിടണം, അതുകൊണ്ട് എനിക്ക് എന്തായാലും അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ആ സമയത്ത് നയനയാണെങ്കിലും എതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നയനെ കണ്ട് ആകെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമികയാണെങ്കിലും കുറച്ച് സമയം നയനേനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അനാമിക പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീയല്ലേ വല്യമ്മ വന്ന് വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ പറഞ്ഞ എൻ്റെ അമ്മായിമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നതെന്ന് പറയും. അപ്പൊ അനാമിക അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് അനാമിക പറയുകയാണ് നീയും നിന്റെ ഭർത്താവും കൂടെ നാടകം കളിക്കുന്നതാണോ ഇതെന്നൊക്കെ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാര് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ അവരെ കാണാതിരിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും നല്ല പയ്യനാണ്, അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്നേഹം അവൻ നിനക്ക് തരും, പക്ഷെ അത് നിന്റെ കഴിവുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനാമിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീയും നിന്റെ അനിയത്തിയും കൂടെയൊക്കെ അല്ലേ എന്നെ അനിയിൽ നിന്ന് അകറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്താണ് പറയുന്നത് അനിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്നേഹം അനി നിനക്ക് തരും, അത് നിന്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നൈനയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ അനാമികയാണെങ്കിലും നൈനേനെയും കൂടി കണ്ട ആ ഒരു ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ്.
പിന്നീട് ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. ജലജയാണെങ്കിലും ജാനകിയോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയോ മറിമായി നടക്കുന്നുണ്ട് നമ്മളറിയാതെ, അല്ലെങ്കിൽ ഏട്ടത്തി അവളെ വിളിച്ചുകൊണ്ടുവരാനൊന്നും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആദർശിന്റെ ഒപ്പം ഒരു സ്ഥാനമാണ് അവൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോ എന്തായാലും അച്ഛന്റെ കാലശേഷം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ അവളില്ലാതെ പറ്റില്ല. ഇനിയിപ്പോ അച്ഛന്റെ കാലശേഷം ഇനിയിപ്പോ ആദർശ് അവളൊക്കെ തന്നെയായിരിക്കും ഈ തറവാടും കമ്പനിയും എല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മളൊക്കെ അവളുടെ കീഴിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും, അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമികയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അനാമികനെ കാണുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, മോള് വന്നോ എന്ന് ചോദിക്കും. അപ്പൊ അവൾമാര് രണ്ടെണ്ണം ഇവിടുന്ന് പോയതാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വല്ലമ്മയാണെങ്കിലും അങ്ങനെ നൈനിയെ വിളിച്ചുകൊണ്ടുവന്നല്ലോ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആദർശവും ചേട്ടനും ഒക്കെ ഇങ്ങനെ ഏട്ടത്തിനെ ഇങ്ങനെ വിമർശിച്ചതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഏട്ടത്തി അവിടെ പോയി വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോ അനാമിക ചോദിക്കും, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇത്രയും ദിവസമായല്ലോ, എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കട്ടെ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് ജലജയാണെങ്കിലും പറയാണ്, ആര് പറഞ്ഞു, ഇനിയിപ്പോ എന്തിനാ മോളോട് നമ്മളിങ്ങനെ മറച്ചു വെക്കുന്നത്, ആരും പറഞ്ഞില്ല, പക്ഷെ നമ്മളൊന്നും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമില്ല, നൈന് ഇവിടുന്ന് പോയാലേ ഇങ്ങനെ കുഴപ്പമുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ് കേട്ടോ ജലജയാണെങ്കിലും. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി കഴിയുന്നത് ആയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ആദർശൻ അതിനും കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ ദേവേനി അവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നൈനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, ആദർശനോട് ഇങ്ങനെ നൈനേനെ വിളിച്ചു കൊണ്ടുവന്നതിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് ഇപ്പൊ 2 തവണയായി മറ്റുള്ളവരുടെ മുന്നിൽ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ നാണം കെടുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അമ്മേനോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നാണം കെട്ട് നിൽക്കാനായിട്ട്, ഇവളെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യാം, എനിക്ക് അവിടെ താമസിക്കാൻ ഞങ്ങൾക്കായിട്ട് അവിടെ ഒരു മുറിയും കൂടെ ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പൊ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നൈനേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന സമയത്തും ദേവ്യാനി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മ അതൊക്കെ ഇങ്ങനെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന സമയത്ത് പറഞ്ഞതല്ലേ, അതെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് പറയൂ കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, ആദർശിന് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോവാം, അവിടെ നിങ്ങൾക്ക് മുറി ഉണ്ടാവും, അത് നീ എടുത്ത് കൊടുത്ത വീടാണല്ലോ, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ജയേട്ടനൊന്നും എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരുടെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും അവര് എന്തായാലും യാത്രയ്ക്ക് പറഞ്ഞു പോകുന്ന സമയത്താണെങ്കിലും പിന്നീട് കുറച്ചങ്ങ് പോയിട്ട് ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഭക്ഷണം മുഴുവൻ കഴിക്കണം, ഇങ്ങനെ ബാക്കിയാക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പൊ ആദർശ് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവളെന്തായാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ മുഴുവൻ കഴിക്കും, അത് ബാക്കിയാക്കില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവളുടെ കാര്യമില്ല, ഇവളോടല്ല പറയുന്നത് നിന്നോടാണെന്ന് പറയും കേട്ടോ, മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അറിയണ്ടെന്ന് പറയും. പിന്നീട് ആദർശാണെങ്കിലും അങ്ങ് തിരിയുന്ന സമയത്ത് നൈനിയാണെങ്കിലും തിരിഞ്ഞു നിന്ന് ദേവയാനിക്ക് രാട്ടിക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദേവയാനി തിരിച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദർശ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഇവരിങ്ങനെ ദേവയാനി ആണെങ്കിലും പെട്ടെന്ന് മുഖം അങ്ങ് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനി പെട്ടെന്ന് മുഖം ഗൗരവത്തിൽ അങ്ങ് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദർശ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നൈനി ആണെങ്കിലും ദേവയാനി ഇങ്ങനെ ഓരോന്ന് വഴക്ക് പറയുന്ന പോലെ പറയുമ്പോഴും അങ്ങനെ നൈനി ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ അനാമികയാണെങ്കിലും ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പൊ അനാമികയുടെ അടുത്തേക്ക് ഇങ്ങനെ ദേവയാനി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഇവളോട് എന്താ പറയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ദേവയാനി വരുന്നത്. അപ്പൊ ഇങ്ങനെ അനാമിക ദേവയാനിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, വല്യമ്മ അവളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേന്ന് ചോദിക്കും. അത് മോൾക്ക് ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേന്ന് പറയും കേട്ടോ. അപ്പൊ വല്യമ്മയ്ക്ക് എന്തിന്റെ കേടാ, വല്യമ്മ എന്തിനാ അവളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്, എന്തിനാ അവളെ വിളിച്ചുകൊണ്ടുവരാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദേവയാനി പറയും, അത് മോളെ ഇവിടെ എല്ലാവർക്കും അവളില്ലാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പൊ അവരുടെയൊക്കെ സങ്കടം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവന്നത്, അല്ലാതെ എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് പറയുമ്പോഴും അനാമിക പറയുന്നുണ്ടായിരുന്നു, വല്യമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നതെല്ലാം ഇങ്ങനെ അഭിനയിക്കുകയാണോ, അതുപോലെ തന്നെ അവളോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അവളെ വിളിച്ചുകൊണ്ടുവന്നത്, അല്ലാതെ ഒന്നുമില്ല, ആദർശിന്റെ കാര്യം അതുപോലെ തന്നെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുത്ത് അവളെ വിളിച്ചുകൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനാമിക അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വല്യമ്മയുടെ മരുമോളെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ദേവേനെ പറയും, ഇടയ്ക്കിടയ്ക്ക് വല്യമ്മയുടെ മരുമോളെന്ന് ഇങ്ങനെ മോള് പറയണ്ട, ഞാൻ അവൾക്ക് ആ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു.
പിന്നീട് അത് മാത്രമല്ല അനാമിക പറയുന്നുണ്ടായിരുന്നു അനീനെ അനാമികനെ തമ്മിൽ അകറ്റുന്നത് നയനയാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ദേവയാനിക്ക് ആദർശേട്ടന്റെ ഒപ്പം ഒരു സ്ഥാനം തന്നെയാണ് അവൾക്കും കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാത്തിന്റെ അവകാശം അവളെ പിടിച്ചെടുക്കുമെന്നും പറയാൻ പറ്റില്ല. ഇനി വല്യമ്മയ്ക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല, അതൊക്കെ വല്യമ്മ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുമ്പോഴും ദേവയാനി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്റെ മരുമകളാണെങ്കിൽ അനി അനാമികയും തമ്മിൽ എങ്ങനെ സ്നേഹിക്കണം എന്നാണല്ലോ ചിന്തിക്കുന്നത്, പക്ഷെ അവൾ മറുത്തുവാണല്ലോ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നൈനേനെ എന്തായാലും ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്